പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ കഴിഞ്ഞ 22 ദിവസത്തെ കേരള ബോക്സ് ഓഫീസും അതുപോലെ തന്നെ പടത്തിന്റെ തെലുങ്ക് ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. പള്ളിച്ചട്ടമ്പി സിനിമ വിഷു പ്രമാണിച്ചാണ് റിലീസിന് വന്നത്. ഡിജോ ജോസ് ആന്റണിയാണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമയിലെ മ്യൂസിക് നമ്മുടെ ജേക്സ് വിജയാണ്. ടൊവിനോ തോമസ്, കൈതു ലഹാർ, അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരൊക്കെയാണ് പടത്തിലെ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചത്. പടം എന്തായാലും മിക്സ്ഡ് ആയ റെസ്പോൺസ് ആണ് കാണാൻ സാധിച്ചത്. ആവറേജ്, ബിലോ ആവറേജ് എന്നിങ്ങനെയായിട്ടാണ് പടത്തിന്റെ വിലയിരുത്തൽ കാണാൻ സാധിച്ചത്. എന്തായാലും പിന്നെ സിനിമയുടെ മോഹിനിയാട്ടം അതുപോലെ തന്നെ വാഴാറ്റു ഒക്കെ വന്നപ്പോൾ ഓൾമോസ്റ്റ് നല്ലപോലെ സിനിമ അടിയിലായി പോയി. പല സ്ക്രീൻസിലും സിനിമ റണ്ണിങ് പോലും കാണാൻ സാധിക്കുന്നില്ല നമുക്ക്. എന്തായാലും അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് വാഷ് ഔട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും സിനിമയ്ക്ക് 22-ാം ദിവസം കേരളത്തിലെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 1.33 ലക്ഷമാണ് സിനിമയുടെ കേരളത്തിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. പള്ളിച്ചട്ടമ്പി സിനിമയ്ക്ക് 22-ാം ദിവസം. ടോട്ടൽ 22 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമയ്ക്ക് ഇതുവരെയായിട്ട് 13.19 ലക്ഷമാണ്. എന്തായാലും മറ്റൊരു ടൊവിനോ തോമസിന്റെ ഫ്ലോപ്പ് സിനിമയും മാറുകയാണ് നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിന്റെ തെലുങ്ക് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ഫൈനലായ തെലുങ്ക് ബോക്സ് ഓഫീസ് ആണ് നിലവിലെ കാണാൻ സാധിക്കും. തെലുങ്കിലൊന്നും സിനിമയ്ക്ക് വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റും കാണാൻ സാധിക്കുന്നില്ല. തെലുങ്ക് ബോക്സ് ഓഫീസിലെ ക്ലോസിംഗ് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 19 ലക്ഷമാണ് പടത്തിന്റെ ആകപ്പാടുള്ള ഗ്രോസ് കളക്ഷൻ നമ്മുടെ തെലുങ്ക് ബോക്സ് ഓഫീസിൽ. ഇനി ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ 10 ലക്ഷമാണ്. ഒരു ദുരന്തം അല്ലെങ്കിൽ ഡിസാസ്റ്റർ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ തെലുങ്ക് ബോക്സ് ഓഫീസിലും ടൊവിനോ തോമസിന്റെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ടൊവിനോ തോമസ് ഒന്ന് തിരിച്ചു വരാനുണ്ട് നമ്മുടെ അതിരടി എന്ന് പറഞ്ഞ ബേസിൽ, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ സിനിമയില് നല്ലൊരു പ്രമോസ്, അതുപോലെ തന്നെ നല്ല ടീസർ, നല്ല സോങ്സ്, നല്ലൊരു ഹൈപ്പുള്ള സിനിമയാണ് ടൊവിനോന്റെ ഇനി വരാൻ പോകുന്ന അതിരടി എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ആ ഒരു സിനിമയ്ക്കായിട്ട് മെയ് മാസം 14-ാം തീയതി. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരുന്നു. പക്ഷെ ഇല്ലാതെ കാണുന്നതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായം രേഖപ്പെടുത്തുക.